ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാം ചാലഞ്ചസൊക്കെ തീർത്തിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു എലിഫൻറ്റ് ഫാം ക്രിയേറ്റ് ചെയ്തായിരുന്നു. നമുക്കപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റാം. അപ്പം എലിഫൻറ്റിൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ, 6 മാത്രം ഓടിച്ച എലിഫൻറ്റ് സ്പോണോ ആഫ്രിക്കൻ എലിഫൻറ്റ്. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് ബഫല്ലോ ഫാം ഉണ്ടാക്കാനാണ്. ബഫലോയുടെ നമ്പർ 10 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് പോവാം എന്നാൽ. ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ തിങ്സ് കാണിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കാർ എടുത്തുകൊണ്ട് തന്നെ പോവാം. വഴി വെച്ച് ഈ കാറിന് വല്ല ആക്സിഡൻ്റ് ആയാൽ നമുക്ക് വേറെ ബൈക്ക് സ്പോൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കാർ എടുത്തുകൊണ്ട് പോകാം. നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലത്തെ റാമ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് നമ്മളിപ്പോൾ റാമ്പ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഈ വണ്ടി ഇപ്പോൾ അപ്പ് സൈഡ് ഡൗൺ സൈഡായിട്ട് വീഴുമെന്ന് തോന്നുന്നു. ഇല്ല, കുഴപ്പമില്ല. അപ്പ് സൈഡ് ഡൗൺ സൈഡായിട്ട് ഇങ്ങനെ നമുക്കത് വണ്ടി എടുത്തുകൊണ്ട് പോകാം. അപ്പുറത്ത് നല്ല റാമ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ ഈ റാമ്പിലോട്ട് നമുക്ക് കയറാം. ഈ റാമ്പ് എളുപ്പമാണ്, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. പക്ഷെ അപ്പുറത്ത് കാണുന്ന ആ റാമ്പുണ്ട്, ഇച്ചിരി പാടാം. അത് ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കുന്നത് ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ എപ്പോഴും കയറാറുണ്ട്. നമ്മളിപ്പോൾ അപ്പ് സൈഡാവും. വെഹിക്കിൾ ഫുള്ള് ഡിസ്ട്രോയ് ആയിട്ട് വെഹിക്കിൾ എന്തായാലും സ്പോൺ ചെയ്യണം. ഞാനപ്പോൾ വേറൊരു ബൈക്ക്, ഇത് സ്പ്ലെൻഡറാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട ബൈക്കാണ്. ഇതിൻ്റെ നല്ല സ്പീഡിൽ പോകും. ഞാൻ ഈ ബൈക്ക് സ്പോൺ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ബഫലോയെ സ്പോൺ ചെയ്യാനാണ് സ്പോൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് എലിഫൻറ്റിനെ സ്പോൺ ചെയ്തത്. അപ്പോൾ ബഫലോനെ അവിടെ തന്നെ സ്പോൺ ചെയ്യാനാണ് ഞാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മൾ എലിഫൻറ്റ് ഫാം ഉണ്ടാക്കിയത്. അവിടെ തന്നെ നമുക്ക് ബഫലോ ഫാം ഉണ്ടാക്കാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോകാം. കൺസ്ട്രക്ഷൻ സൈറ്റിൽ എലിഫൻറ്റ് ഗെയിം സേവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ എലിഫൻ്റൊക്കെ ക്ലിയറായി പോയി കാണും. ഇപ്പോൾ ഒന്നും കാണത്തില്ല. നമ്മൾ അതിന് മുമ്പ് അവിടെ നിന്ന് ജോലിയൊക്കെ എടുക്കാം. പക്ഷേ ഇപ്പോൾ അതിനോട് ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല, അവിടെ വർക്കൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ചുമ്മാ തുടങ്ങി. ഇതിൽ വേറെ മിഷൻസും എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ബഫല്ലോ ഫാം തുടങ്ങാമെന്ന് വിചാരിച്ചു. നമുക്ക് നേരെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോകാം. അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബീച്ച് സൈഡിലാണ്. ഈ വളമെടുക്കണം. നമ്മൾ ബീച്ചിലിപ്പോൾ ബീച്ചിൽ വലിയ വണ്ടർഫുള്ളായിട്ടൊന്നുമില്ല. വലിയ ബീച്ചെന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞൊരു ബീച്ചാണ്. ആൾക്കാരൊന്നുമില്ല, വലിയ രസമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് എവിടെ സ്പോൺ ചെയ്തേന്ന്. നല്ല സ്പോട്ട് കണ്ടുപിടിച്ചാൽ അവിടെ നിന്ന് സ്പോൺ ചെയ്ത് തുടങ്ങിയിട്ട് അത് 10 എന്ന് പറഞ്ഞാൽ അടിച്ചടിച്ച്. നമ്മളപ്പോൾ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ ഇതേ ഏരിയയിലായിരുന്നു നമ്മൾ എലിഫൻറ്റിനെ സ്പോൺ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞാൻ ബൈക്ക് സ്പോൺ ചെയ്യട്ടെ. ഞാനിവിടെ സ്പ്ലെൻഡർ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇതെന്താ കയറാൻ പറ്റുന്നില്ലല്ലോ? ഈ ബൈക്കും ഗ്ലിച്ചായി പോയി. ഇവിടെ ഈ ഗെയിം ഫുള്ള് ഗ്ലിച്ചാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് സ്പോൺ ചെയ്ത് തുടങ്ങാം. ഇതാണ് നല്ലൊരു ബെറ്റർ ഏരിയ. നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം, കോണ്ടാക്ട്സിൽ പോവുക. 10 മാത്രം അടിച്ചാൽ മതി. 1010 അത്രയും അടിച്ചാൽ മതി. ഇതാണ്ടോ സ്പോൺ ബഫല്ലോ, വലിയൊരു ബഫല്ലോ സ്പോൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗൺ വെച്ച് വെടിവെക്കുവാണെങ്കിൽ കുറേ വെടിവെച്ചാൽ ഇത് ഡെഡാവും. അപ്പോൾ നമ്മളെ വന്നത് കുത്തി നമ്മളെ നമ്മളെയും കൊല്ലാൻ ശ്രമിക്കും. ആകെ റോക്കറ്റ് ലോഞ്ചർ വെച്ചാണ് ഇതിനെ ഫുള്ളായി കൊല്ലാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് സ്പോൺ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. 10 കുറേ വേണം, 100 കൂടുതൽ ബഫലോസ് വേണം. അപ്പോൾ ഞാൻ ഫോൺ ചെയ്തിട്ട് കാണിക്കാം. ഞാനിപ്പോൾ കുറേ ബഫലോസ് ഒരു ബഫലോ ഫാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ബഫലോ ഫാമിലെല്ലാം ബഫലോസ് ഗ്ലിച്ചായി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകുന്നു. കുറേ അതിനെ കാണാനും ഇല്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കുഴപ്പമൊന്നും എലിഫൻറ്റോ? ഞാൻ അറിയാതെ 10 വരെ 6 അടിച്ചു. ഞാൻ അത് കണ്ടില്ല. വേറൊരു എലിഫൻറ്റ് വന്നു. ഈ എലിഫൻ്റാണെങ്കിൽ അയ്യോ, ഞാൻ ബഫലോനെ അടിച്ചു.
എൻ്റെ ഹെൽത്ത് ബാറും കുറഞ്ഞു. ഈ എലിഫൻറ്റിനെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണം, അല്ലെങ്കിൽ ഈ ബഫലോസിനൊക്കെ ഇത് കൊല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങ് കൊല്ലാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനെ കൊല്ലണ്ടായിരുന്നു, പക്ഷേ ഇത് ബഫല്ലോ ഫാം അല്ലേ, ഒരു സൂ പോലായിരുന്നെങ്കിൽ ഇങ്ങനെ തുടങ്ങായിരുന്നു. പക്ഷേ എലിഫൻറ്റ് ഫാം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ബഫല്ലോ ഫാം ആയതുകൊണ്ട് ബഫല്ലോ വേണ്ട, സോറി എലിഫൻറ്റ് വേണ്ട. ഇവിടെ ബഫലോസ് കുറവാണ്. ഞാൻ ഇതുവരെ 1 2 3 4 5 6 ഓൺലി 6 ബഫലോസിനെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഇവിടെ. എല്ലാം ഞാൻ 100 കൂടുതൽ മോർ ദാൻ 100 ബഫലോസിനെ ഉണ്ടാക്കി. ഒപ്പം അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ? നമുക്ക് വേഗം കൊല്ലണം. ഇനി നമുക്കിവിടെ ബഫലോസ് വേണ്ടെന്ന് തോന്നും, കാരണം 6 ബഫലോസിനെ ആര് കാണാനോ? ഒരു ബഫലോ ഫാമിൽ 6 ബഫലോസ്. ഞാനപ്പോൾ എല്ലാ ബഫലോസിനെയും കൊന്നു. ഇതായിരുന്നു ലാസ്റ്റ് ബഫലോ. അപ്പം നമുക്ക് എനിക്കറിയാവുന്ന ആനിമൽസിൻ്റെ എല്ലാം ഫാം ഓൾറെഡി ഉണ്ടാക്കി. ബഫലോ ഫാം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, കാരണം ബഫലോ എപ്പോഴും ഗ്ലിച്ചായി പോവും. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം നോക്കാം, കാരണം ബഫലോ ഫാം ഫെയിലായി പോയെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ബഫലോ ഫാമും എലിഫൻറ്റ് ഫാമും നമ്മൾ സക്സസ്ഫുള്ളി ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 2 ജീവികളുടെ ഫാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എലിഫൻറ്റ് ഫാം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഞാനൊന്ന് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് ഞാൻ 2 സ്പെഷ്യൽ കാര്യം കാണിക്കാം. അത് നമ്മുടെ ഈ ഹൗസിനെ കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വീട്ടൊരു കാര്യം കാണിക്കാം. അതുമാത്രമല്ല നമുക്ക് കുറച്ച് റാം ടെസ്റ്റ് നടത്തില്ല. ഇവിടെ നമ്മൾ കുറേ വീഡിയോ ഉണ്ടെങ്കിൽ ഈ സ്ഥലത്ത് നമ്മൾ വന്നിട്ടില്ല. ഇവിടെ എന്തോ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലത്തെ ഒരു ഏരിയ ആണ്. അതുമാത്രം ഇവിടെ ഒരു ഏറ്റവും ഇറക്കവും കിടപ്പുണ്ടോ, അതെന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ സൈഡിലോട്ടൊന്നും കൂടുതലായിട്ട് വന്നിട്ടില്ല. ഇവിടെ എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. അപ്പുറത്തൊക്കെ റാമ്പൊക്കെ കിടക്കുന്നുണ്ട്. റാമ്പിൽ നിൽക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഈ റാമ്പിലോട്ട് റാമ്പെന്ന് പറഞ്ഞാൽ നല്ല റാമ്പ് ഞാൻ ഇതുവരെ ഈ ഗെയിമിൽ കണ്ടിട്ടുണ്ട്. ഈ റാമ്പാണ് ഭയങ്കര ഹൈറ്റ് പോയി ഡൗണിലോട്ട് നമ്മൾ ആകാശത്തിൽ കൂടി പറന്നാണ് ഡൗണിൽ വന്ന് വീണത്. നമുക്ക് നല്ല പരിക്ക് പറ്റി. ഇതെന്താണ്? ചോരയോ? ഇത്രയും നമ്മളപ്പോൾ കുറേ ഹൈറ്റിൽ നിന്നാണ് തറ വീണത്, അതുകൊണ്ട് കുറേ ചോര അവിടെ കിടക്കുന്നുണ്ട്. നമുക്കൊന്നും കാര്യമില്ല, നമുക്ക് പോകാം. പക്ഷേ ഹെൽത്ത് ബാത്ത് സൂക്ഷിക്കണം. നമുക്ക് ആ റൗണ്ട് പോലത്തെ റാമ്പിൽ കയറാം. ഈ റൗണ്ട് പോലത്തെ ഇങ്ങനെയല്ല കയറണ്ട, ഈ സൈഡിൽ നിന്ന് കയറേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് കയറാം. അപ്പോൾ ഞാൻ കയറാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്താണ് ബ്രേക്ക് പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ഞെക്കിയതുകൊണ്ട് അത് തറ വീണു. ഒന്നും കൂടി ട്രൈ ചെയ്തോളൂ. പിന്നെയും വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെയും ലോസ്റ്റ് ആയി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഇപ്പോൾ വേറെ റാംസൊക്കെ നോക്കാം. വേറെ റാമ്പ് ഇത് കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലേ? ഈ ഗെയിം ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, കാരണം എല്ലാ വഴിയും കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. എല്ലാ വഴിയും ഒരു സ്ഥലത്ത് വന്ന് ചേരും. അതുകൊണ്ട് എങ്ങനെ പോകേണ്ടതെന്നൊന്നും നമുക്ക് ഒന്നും പിടികിട്ടത്തില്ല. ഒരു മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ വലിയ നല്ലൊരു ഗെയിമായിരുന്നു. മാപ്പില്ലാത്തതാണ് മെയിൻ പ്രോബ്ലം. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയി നോക്കാമായിരുന്നു. നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഞാനിപ്പം നിങ്ങൾക്ക് എൻ്റെ സീക്രട്ട് കോഡ് കാണിച്ചു തരാം. ഞാൻ ഒരു സീക്രട്ട് കോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് ഞാൻ ജസ്റ്റ് കുളിക്കട്ടെ. നമ്മൾ കുറേ ടയേർഡായിട്ടല്ലേ വന്നത്. ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മതി, ഒരു ന്യൂ ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ആ കോഡ് കാണിച്ചു തരാം. നല്ല സൂപ്പർ ഒരു കോഡാണ്. ഒരു കോഡേ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമുക്ക് ആ കോഡ് അടിക്കാം. അപ്പോൾ അത് വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഡാണ്. അതുകൊണ്ട് നമുക്ക് നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് നിന്ന് കോണ്ടാക്ട്സ് എടുക്കുക. നമ്മൾ അടിക്കേണ്ടത് 3001. ഇതാ കണ്ടോ, വലിയൊരു ബോട്ട്, സ്പോൺ ബോട്ട്. പക്ഷേ ബോട്ട് മുങ്ങിപ്പോയല്ലോ. നോക്കട്ടെ, ബോട്ടിൽ കയറാൻ പറ്റത്തില്ല. എനിക്കൊന്നും ബോട്ടിൽ കയറാൻ പറ്റത്തില്ലെന്നാണ്
സ്വിമ്മിംഗ് പൂളിൽ ബോട്ട് ഓടിക്കാൻ നമുക്ക് കയറാം. പക്ഷെ ഓടിക്കാൻ പറ്റുന്നില്ല, ബോട്ട് ഫുള്ള് മുങ്ങിപ്പോയി. ഇതാ കണ്ടോ, നമ്മളും വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇതെന്ത് പറ്റിയേ? ഇതിലെ മെയിൻ ഗ്ലിച്ചാണ്. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ സ്പോണായ ഇങ്ങനെ നമ്മൾ നീന്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഗ്ലിച്ച് മാറിയിട്ടുണ്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ. യെസ്, എനിക്ക് തോന്നുന്നു നമ്മൾ കടലിൻ്റെ സൈഡ്, ബീച്ച് സൈഡിൽ പോയി അടിക്കണം. ഇവിടെ അടിക്കുമ്പോൾ ഓടിക്കാം. ഇല്ല, നമ്മൾ വെള്ളത്തിൽ തന്നെ, വാട്ടറിൽ തന്നെ ഓടിക്കണ്ട. അപ്പോൾ നമുക്ക് ബീച്ച് സൈഡിൽ പോയി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ബീച്ച് സൈഡിൽ പോവാം. യെസ്, ഞാനപ്പോൾ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ബോട്ട് സ്പോൺ ചെയ്ത് ഓടിച്ചു നോക്കാം. പറ്റുന്നില്ലെങ്കിൽ നമുക്കത് വിട്ടേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ബോട്ടിൻ്റെ നമ്പർ ഇതല്ലേ? യെസ്, അപ്പോൾ നമുക്ക് ബോട്ടിൽ കയറാം. ഓടിക്കാം. യെസ്, നല്ല സ്പീഡിൽ ഓടിക്കാം. പക്ഷേ ഗ്ലിച്ചൊക്കെയാണ് നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്ത് വെള്ളം. നമുക്ക് വീട്ടിൽ പോകാമായിരുന്നു, കുറച്ച് ഓടിച്ചു പോയിട്ട് നമുക്ക് പോവാം. നമ്മുടെ ബോട്ട് ചരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങാം. യെസ്, ഇത് അടുത്ത ഗ്ലിച്ച്. നമ്മൾ വാട്ടറിൻ്റെ അടിയിൽ പോയി തട്ടി നമ്മളുടെ ഹെൽത്ത് ബാധ പറയുന്നു. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. നമ്മൾ വേസ്റ്റഡായി. ഞാനിപ്പോൾ വീട്ടിലോട്ട് എത്തി. ഞാൻ ബൈക്ക് ഓടിച്ച് വന്നേ, പെട്ടെന്ന് ഞാൻ ബൈക്കിൽ നിന്ന് ചാടി സ്വിമ്മിംഗ് പൂളിൽ ഇടിച്ച് വേസ്റ്റഡ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേ. ഞാൻ ബീച്ച് സൈഡിൽ നിന്ന് നമ്മൾ ആ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ ബൈക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് സ്പ്ലെൻഡറിന് ഒന്നും പറ്റില്ല. ഞാൻ ബ്രേക്ക് പിടിച്ച് നിർത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ബൈക്കിൽ നിന്ന് ജമ്പായി നമ്മൾ ആ സ്വിമ്മിംഗ് പൂളിൽ വന്ന് വീണ്. പക്ഷെ അപ്പോൾ തന്നെ ഡെഡായി, വേസ്റ്റഡായിപ്പോയി. എനിക്ക് ഈ ഗെയിം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടാണ് തോന്നുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ബോട്ട് ചാലഞ്ച് ഫെയിലായെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളപ്പോൾ ബോട്ടിൻ്റെ കോഡ് കണ്ടുപിടിച്ചു. ബോട്ട് നല്ലൊരു വെഹിക്കിളാണ് ഈ ഗെയിമിൽ. നമുക്ക് സീലൊക്കെയാണ്, പോണ്ട് പോലത്തെ സ്ഥലത്തൊക്കെ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.